തൂക്കുപാലം പുഷ്പകണ്ഠത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയെ തലക്കടിച്ചു കൊലപ്പെടുത്തി. അസം സ്വദേശിനിയായ ബാലെ ഡുഡുവാണ് മരണപ്പെട്ടത്. ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഭർത്താവിന്റെ സുഹൃത്തും ബന്ധുവും ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലുമെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഇടുക്കി SP TK വിഷ്ണുപ്രദീപും വ്യക്തമാക്കി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവങ്ങളുടെ തുടക്കം. തൊഴിലുടമയുടെ പക്കൽ നിന്നും പണം വാങ്ങി സാധനങ്ങൾ ശേഖരിച്ച ശേഷം ഇരുവരും പുഷ്പകണ്ഠത്തുള്ള കൃഷിയിടത്തിലെ വീട്ടിൽ എത്തുകയായിരുന്നു. അല്പസമയത്തിനകം ഭർത്താവായ അസം സ്വദേശി ഷെനിച്ചാറിന്റെ സുഹൃത്തും യുവാവായ ബന്ധുവും ഇവിടെ എത്തി. തുടർന്ന് 4 പേരും ചേർന്ന് മദ്യപിച്ച ശേഷം പുരുഷന്മാർ മൂവരും വീടിനുള്ളിലും തൊട്ടടുത്ത ഷെഡിൽ യുവതിയും ഉറങ്ങാനായി കിടന്നു. രാത്രിയിൽ സുഹൃത്തിനെ കാണാത്തതിനാൽ ഭർത്താവ് നടത്തിയ തെരച്ചിലിൽ ഷെഡിന് സമീപത്തായി ഇയാളെയും യുവതിയെയും കാണുകയായിരുന്നു. ഇതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും അടിപിടി ഉണ്ടാവുകയും ചെയ്തു. അടികൊണ്ട് സുഹൃത്ത് ഏലക്കാട്ടിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഇതിനുശേഷം ഭാര്യയെയും ഇയാൾ മർദ്ദിച്ചു. നിലത്ത് കിടന്ന തടിക്കഷ്ണം ഉപയോഗിച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തി. തുടർന്ന് ബോധരഹിതയായ ഇവരെ വലിച്ചിഴിച്ച് വീട്ടിനുള്ളിൽ ഇട്ടു. ഇന്ന് രാവിലെ തൊഴിലുടമയെ ഭാര്യ മരിച്ചതായി ഇയാൾ അറിയിക്കുകയായിരുന്നു. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ അവിടെ വന്ന് പൈസ കൊടുക്കാനുള്ള പൈസ എല്ലാം മേടിച്ചു, സാധനമൊക്കെ മേടിച്ച് ഇവർ ആരാണ്ടൊരു കൂട്ടുകാർ വന്നാന്ന് പറയും ഇവരെല്ലാവരും കയറി പോരുന്ന 5 മണിയാകുമ്പോൾ കയറി പോരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞായറാഴ്ച വന്ന് പൈസ മേടിക്കും അവിടെ. അതെല്ലാം ബാക്കി വിവരമൊക്കെ ഞാൻ ഇന്ന് രാവിലെ 8 അറിയുന്നത്. എന്നെ വിളിച്ച് ഇവിടെ താമസിച്ചിരുന്നവരും വിളിച്ചിട്ട് പറഞ്ഞു അവർ പണിയുന്നില്ല, അവർക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ആൾ മരിച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കയറി വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് എൻ്റെ അയലക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. സ്ഥലത്തെത്തിയ നെടുങ്കണ്ടം പോലീസ് ഭർത്താവിനെയും ബന്ധുവിനെയും രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഓടി രക്ഷപ്പെട്ട ദീപകിനെ കുഴിത്തൊളുവിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. 1 മാസം മുമ്പാണ് ഇവർ ഇവിടെ എത്തിയത്. ഇടുക്കി SP TK വിഷ്ണുപ്രദീപ് IAS, കട്ടപ്പന DYSP നിഷാദ് മോൻ, നെടുങ്കണ്ടം CI ജെർലിൻ V സ്കറിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണം നടന്നതാണ്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നു സാറേ. അത് അന്വേഷണത്തിൽ നമുക്ക് കൂടുതൽ വെക്കാറുള്ളൂ. അന്വേഷണം നടന്നിരുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധർ തുടങ്ങിയവരുടെ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.